ഹലോ. അപ്പോൾ നമുക്ക് ജാനിക്കുട്ടിയുടെ ഇന്നത്തെ ഒരു ദിവസം കണ്ട് രാവിലെ നല്ല ഉഷാറായിട്ടാണ് ആൾ എഴുന്നേറ്റത്. അത് കഴിഞ്ഞ് നേരെ ഹാളിൽ ചെന്നപ്പോൾ അവിടെ പാട്ട് കേൾക്കൊന്നുമില്ല. പിന്നെ ഒരു ഡാൻസ് അവിടെ ആയേക്കാന്നും പറഞ്ഞ് അവിടെ കുറച്ച് നേരം ഡാൻസ് ഒക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ നേരെ കൊണ്ടുപോയി പല്ല് തേപ്പിച്ചു കേട്ടോ. പല്ല് അപ്പോൾ തേച്ചില്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര മടിയാണ് ആൾക്ക്. പല്ല് തേപ്പും കൂടി കഴിഞ്ഞാൽ രാവിലെ തന്നെ കഴിയും. അതുകൊണ്ട് ആദ്യം ഞാൻ തേപ്പിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞാൽ പറ്റത്തില്ല, തന്നെ തേക്കണം. എന്നാൽ പിന്നെ സ്വയം പര്യാപ്തത നേടിക്കോട്ടെ എന്ന് വെച്ച് തന്നെ തേച്ചു. അത് കഴിഞ്ഞ് നേരെ ഞാൻ കൊണ്ടുപോയി കുളിപ്പിച്ചു. ഞാൻ ഹെയർ അങ്ങനെ ഒത്തിരി അങ്ങ് ഡ്രൈ ആക്കത്തില്ല കേട്ടോ. അതൊന്ന് വെള്ളം താന്നാലും കുഴപ്പമില്ല എന്നുള്ള ലെവലിലേ ഞാൻ തൂത്തി എടുക്കാറുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ നേരെ കൊണ്ട് ഡ്രസ്സ് ചെയ്യിപ്പിച്ചു. അതിലും രസം അതാണ്. നിങ്ങൾ വിചാരിക്കും ഇത് ഞാൻ വീട്ടിൽ ഇട്ട് കൊടുക്കുന്നതാണ്, അല്ലെങ്കിൽ അവൾ എവിടെയെങ്കിലും പോകാൻ റെഡിയായി നിൽക്കുകയാണെന്ന്. അല്ല, പുറത്ത് പോകുന്ന ഡ്രസ്സ് മാത്രമേ ഇപ്പോൾ ഇടാറുള്ളൂ. വീട്ടിലിടുന്ന ഡ്രസ്സ് ഒന്നും നോക്കുക വേണ്ട. അങ്ങനെ വഴക്കുണ്ടാക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ രാവിലെ അതൊക്കെ കൊടുത്തു. പിന്നെ ഒരു എഗ് വൈറ്റ് ഒക്കെ കൊടുത്തു, ദോശയൊക്കെ കൊടുത്തു കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ നിന്നപ്പോൾ അനിയൻ ഒരു ബിസ്ക്കറ്റ് കൊണ്ട് കൊടുത്തു. അമ്മ ഐസ്ക്രീമുള്ള ബിസ്ക്കറ്റ് അമ്മ എന്നൊക്കെ എന്നോട് പറയുകയാണ് എന്നോട് വന്ന്. അതും കഴിഞ്ഞ് വെളിയിൽ പോയപ്പോൾ അമ്മ അവിടെ ഇരുന്ന് നെയിൽ പോളിഷ് ഇടുന്നു. അപ്പോഴേക്കും കാലും കൈ നീട്ടി അവിടെ ചെന്നിരുന്നു, അവക്കും വേണം. അങ്ങനെ ഇച്ചിരിയൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞ് വലിയ പാട്ടായിരുന്നു. ജാനിക്കുട്ടിയുടെ പാട്ട് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കൊടുത്ത് ഞാൻ പിടിച്ചെടുത്തങ്ങ് ഉറക്കി. പിന്നെ എഴുന്നേൽപ്പിച്ച് ഞാൻ കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി കുറച്ച് നേരം ടി വി കാണാൻ നിർത്തി. ഇച്ചിരി നേരമൊക്കെ കാണിച്ചു കൊടുക്കും. അപ്പോഴത്തേക്ക് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ വന്നു. അച്ഛൻ വന്നു കഴിഞ്ഞാൽ കുറച്ച് ചാടയൊക്കെ ഉണ്ട്, എന്നാലും നിങ്ങൾ ഓടി ചെല്ലും. അങ്ങനെ അച്ഛൻ കൊണ്ടുവന്ന് ചോക്ലേറ്റൊക്കെ കഴിച്ച് കഴിയുമ്പോഴത്തേക്കും ലഞ്ചല്ല ഡിന്നറിൻ്റെ സമയമായി. അത് ചപ്പാത്തിയും ചിക്കനും ആയിരുന്നു. അങ്ങനെ അതിൻ്റെ ആക്ഷൻസും പരിപാടികളൊക്കെ കഴിഞ്ഞ് കുറച്ചൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൊച്ചു വർത്താനം. അപ്പോൾ വീണ്ടും എന്താ ഡ്രസ്സ് മാറി നിങ്ങൾ വിചാരിക്കും. രാത്രി പിന്നെ എന്നെ കൊണ്ട് അത് എടുത്തിടിപ്പിച്ചു. അത് കൊള്ളത്തില്ലെന്നൊക്കെ വിഷേട്ടൻ പറഞ്ഞതിൻ്റെ ചിരിയൊക്കെയാണ് കാണുന്നത് കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അവളെ പിടിച്ചെടുത്ത് ഉറക്കി. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളൂ. ടാറ്റാ ബൈ, സീ യു.